ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. നല്ല മത്തി നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് മത്തി ഫ്രൈ ചെയ്യാം. എൻ്റെ രീതിക്ക് ഞാൻ ഓരോ ദിവസം ഓരോ ടൈപ്പാണ്. ഇന്നത്തെ ടൈപ്പ് കുറച്ച് പച്ചമുളക്, പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള മസാലകൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഞാൻ ഈ സ്പൂണാണ് യൂസ് ചെയ്യാറ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ സ്പൂൺ യൂസ് ചെയ്തിട്ട് ചെറിയ സ്പൂൺ, അതായത് നമ്മുടെ കയ്യിൻ്റെ പിഞ്ചിനുണ്ടാവുന്നത്. അടുത്തത് സാദാ മുളക് പൊടി 2 എണ്ണമാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഉണ്ടാവുള്ളൂ, കളറ് കുറവായിരിക്കും. പിന്നെ കാശ്മീരിയുടെ സൂപ്പർ ചില്ലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈസ്റ്റേണിൻ്റെ കിട്ടാനുണ്ട്. അപ്പോൾ കളർ തന്നെ കണ്ടോ ഒരു വ്യത്യാസം, താഴത്തെ ഒരു ലൈറ്റും ഇത് നല്ല ഡാർക്കും കൂടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത്. അതും ഒരു 2-3 സ്പൂണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി പേസ്റ്റ് എടുക്കാം. നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഉപയോഗിച്ച് ഒരു ചെറിയ നുള്ള് ഇഞ്ചി പേസ്റ്റ്, ഒരു 2 സ്പൂൺ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം അടച്ചേക്കാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്താൽ അപ്പം തന്നെ കുറച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞാൽ അപ്പം തന്നെ കളയും. അപ്പോൾ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി പേസ്റ്റ് അവിടെ തന്നെ എടുത്ത് വെച്ചു. ഇനി അടുത്തത് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് മത്തി മാത്രം, അപ്പോൾ ഞാൻ കഴുകി വെച്ച പരിഞ്ഞിലും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് മത്തി, ഇതെനിക്ക് തോന്നുന്നു ഐസ് ഇട്ട മത്തിയാണ് തോന്നുന്നു, കുറച്ചൊന്ന് വിറങ്ങലിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതേ കിടക്കണം ഒരു പരിചിൽ. അപ്പോൾ അതെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി മത്തിയും കൂടി നമ്മൾ നന്നായിട്ട് പ്ലേറ്റിൽ വിതറി വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ അതൊക്കെ ഉണ്ടോ നന്നായിട്ട് ഇതല്ലേ. അപ്പം ഞാൻ എപ്പോഴും സ്ഥിരം മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വൃത്തിയാക്കലാണ് പതിവ്. കാരണം എനിക്ക് പുറത്തുനിന്ന് വൃത്തിയാക്കിയാലും എനിക്ക് അത്രയ്ക്ക് വൃത്തി തോന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് പേസ്റ്റ്, നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് കുറച്ച് നമുക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചെങ്കിൽ, ഈ മീനിൻ്റെ ഇടയിൽ നമ്മൾ വയറുഭാഗം കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ ആ കട്ട് ചെയ്തതിൻ്റെ ഇടയിലൊക്കെ നല്ല വിരലിട്ടിട്ട് നമ്മൾ അങ്ങനെ തേച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ഉള്ളിലോട്ട് മസാല കയറുള്ളൂ കേട്ടോ. മറ്റേ പുറമേ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ മീൻ വറുത്ത് കഴിഞ്ഞാൽ ഉൾഭാഗം എന്തൊക്കെയോ ഒരു വെറുത്ത കളറ് നിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പരണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാതും നന്ന വൃത്തിയായിട്ട്. ഇനി നമ്മളെല്ലാതും നല്ല പോലെ പരത്തി വയ്ക്കാം. നമ്മൾ പരത്തി വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ മീൻ മസാല തേച്ച് വെക്കുമല്ലോ, അപ്പോൾ ചിലത് ഒന്നിൻ്റെ മേലെ കയറിയിരിക്കും, ചിലത് വളഞ്ഞിട്ടിരിക്കും, ചിലതിൻ്റെ തല ഒടിഞ്ഞിട്ടിരിക്കും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ തന്നെ പിടിക്കുക. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കുറച്ച് മസാലയും കൂടി ഇടല്ലോ. അപ്പോൾ അത് പരിഞ്ഞിൽ കുറച്ചിടാം നമുക്ക് മസാല. എന്നിട്ട് അതൊന്ന് പുരട്ടി വയ്ക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ അതും പുരട്ടി വെച്ച് നമ്മൾ ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് പാന് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പാൻ വെക്കാം കേട്ടോ. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. ആദ്യം ദോശ ഉണ്ടാക്കി തരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ നല്ല മത്തിയൊക്കെ വറുക്കാനായിട്ട് കുറച്ച് എണ്ണയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെയാണ് നല്ലത്. മറ്റേ കുമ്പിളാണെങ്കിൽ കുറേ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരും. പിന്നെ കണ്ടമാനം മീനും എണ്ണ കുടിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ഓയിലാണ് മീൻ വറക്കാനൊക്കെ എടുക്കുക. പിന്നെ മിക്സ് ആക്കിയിട്ട് ചെയ്യാറുണ്ട്, കുറച്ച് ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും. അത് ഓരോ മീൻ ടൈപ്പ് നോക്കിയിട്ടോ. കിളിമീനൊക്കെ ആണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ വറക്കും. പിന്നെ അപ്പോൾ നമുക്ക് നല്ല മത്തി ഇങ്ങനെ പരണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ പരിഞ്ഞിലുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും ഇപ്പോൾ വരാം കേട്ടോ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം, 1 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് കേട്ടോ.
ഓക്കെ ബാക്ക്. അപ്പോൾ നമ്മൾ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മത്തി ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് അങ്ങോട്ട് വെക്കുക ചെയ്യാം. എല്ലാതും ഡിസൈൻ പോലെ ഇങ്ങനെ പരത്തി വെക്കും. കാരണം സ്പേസ് നല്ലോണം പിടിക്കണമല്ലോ മത്തി. അപ്പോൾ അത് കാരണം നന്നായിട്ട് സ്പേസ് എടുത്തിട്ട് നമ്മൾ അതിലിങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 10-12 മാക്സിമം ഒരു 12 കൊള്ളും. അപ്പോൾ അതിങ്ങനെ വെച്ച് മുളക് പൊടിയൊക്കെ കുറച്ച് യൂസ് ചെയ്യുള്ളൂ കേട്ടോ, വല്ലാണ്ട് മുളക് പൊടിയില്ല. നിങ്ങൾക്ക് നാളെ ഞാൻ വേറൊരു വെറൈറ്റി കാണിച്ചു തരാവേ. ഞാൻ ഇതേപോലെ തന്നെ ഹസ്ബൻഡ് യൂട്യൂബ് നോക്കിയപ്പോൾ ഒരു മീൻ മുറിക്കണ ടൈപ്പ് പറഞ്ഞാണ്. അത് ഞാനൊരു ദിവസം വേറെ ദിവസം കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയ കാരണം കുറച്ചൊക്കെ വീഡിയോയിൽ എവിടെ ഇവിടെയൊക്കെ ഒരു പകുതി ഇപ്പം ഞാൻ തന്നെ കാണുന്നുണ്ട്, എൻ്റെ പകുതിയാണ് കാണുന്നത്. സോറി കേട്ടോ. ഞാൻ അടുത്ത പ്രാവശ്യം എന്തായാലും ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതാണ്. ഓക്കെ അപ്പോൾ അതൊന്ന് ആവട്ടെ കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മളിതാ മത്തി നല്ല തളയായിട്ട് തിളച്ച് വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ മീനിങ്ങനെ വറക്കുമ്പോൾ അതിൽ മണം വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമ്മളൊരു ചട്ടി ചോറുണ്ണണം മണമാണ് വരിക. അത്രയും ഇഷ്ടമാണ്. പണ്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ ബാക്ക് സൈഡിൽ നമ്മൾ തിണ്ടുണ്ടാവും, തിണ്ടെന്ന് അറിയില്ലേ, അങ്ങനെ തിണ്ടുണ്ടാവും. സ്കൂളൊക്കെ വിട്ട് വന്നാൽ തിണ്ടുമ്പോൾ കയറിയിരിക്കും. അപ്പോൾ നമുക്കുള്ള ചോറൊക്കെ ഓരോരുത്തർക്കുള്ളത് നമ്മൾ എടുക്കാറില്ല കേട്ടോ. പണ്ട് മുതലേ അമ്മയും അച്ഛനൊക്കെയാണ് വിളമ്പി തരാറ്. അപ്പോൾ പിന്നെ ഞങ്ങൾ തറവാട്ടിൽ കുറേ പേരുള്ളതുകൊണ്ട് പേരക്കുട്ടികൾ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛമ്മയ്ക്ക് 9 മക്കളാണ്. അപ്പോൾ ആ 9 മക്കളിലും 3 പേര് അതേ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ, എൻ്റെ കുട്ടിച്ചൻ്റെ മോള് 2 പേരുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ആ തിണ്ടുമ്പോൾ കയറിയിരിക്കുക സ്കൂൾ കെട്ട് കഴിഞ്ഞാൽ. ഞങ്ങൾ 4 പേര് പെണ്ണുങ്ങളാണേ. എൻ്റെ താഴെ ബ്രദർ ഉണ്ടായത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ പറയുക, നമ്മുടെ തിണ്ടിൽ ചോറ് ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിൽ ചോറ് തരും. അപ്പോൾ പണ്ട് മുതലേ ഞാൻ ഫുഡ് ഒരു അരിവറ്റ് പോലും പുറത്ത് കളയില്ല കേട്ടോ ചോറിൻ്റെ. കാരണം അങ്ങനെ ശീലിച്ചു പോയി. കാരണം ഞാൻ പഠിച്ചത് ചിന്മയ സ്കൂളിലാണ്. അപ്പോൾ അവിടെ മസ്റ്റായിട്ട് വൃത്തി ഭയങ്കരമാണ്. ടേബിൾ മേക്കാണ് നമ്മൾ കഴിക്കുക, ക്ലോത്തൊന്നും തരില്ല. അപ്പോൾ നമ്മൾ ആ പ്ലെയിൻ ഡെസ്കിൻ്റെ മേലെ ഒരു ചോറ് പോലും കളയാതെ കഴിക്കുന്നതുകൊണ്ട് നമുക്കത് ശീലമായി. അങ്ങനെ കഴിക്കുക എന്നുള്ളത്. ഒരു ചോറ് മറ്റുപോലും ഞാൻ കളയില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, അതിലൊരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ കഥ പറയണതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മീനും കൂടി നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ തിന്നുമ്പോൾ ചിലപ്പോൾ നമുക്ക് മോരുകറി ആയിരിക്കും, മോരും മീൻ വറുത്തതും. ചില സമയത്ത് അമ്മയാണ് കേട്ടോ തരിക, ഇപ്പോഴും തരും കേട്ടോ എനിക്ക്. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മീനൊക്കെ കൂട്ടി ഇടയ്ക്ക് ചോറൊക്കെ ഒന്ന് തരും. അപ്പോൾ അമ്മയുടെ കൈ കൊണ്ട് കിട്ടുന്ന രുചി വേറെയല്ലേ. അപ്പോൾ നമ്മൾ തിണ്ടും ഇരുന്നിട്ട് അമ്മ വാരിത്തരും, ഞങ്ങളെന്ത് ചെയ്യും അത് കഴിക്കും, ഞാനും അനിയത്തി.
അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചായ സ്നാക്സ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പണ്ടൊന്നും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വന്നാൽ സ്നാക്സായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി. എനിവേ അപ്പോൾ നമ്മുടെ മീനൊക്കെ ഭയങ്കര തിളച്ച് വരുന്നുണ്ട്. അത് നോക്കാം കേട്ടോ. അതൊന്ന് വെന്ത് ഇതായതിന് ശേഷം നമുക്ക് ഒന്ന് മറിച്ചിടാം. ഓക്കെ. അപ്പോൾ നമ്മളിതാ മറിച്ചിട്ട് തുടങ്ങാം കേട്ടോ. ഞാൻ ഒരു മീനൊന്ന് മറിച്ചിട്ട് നോക്കട്ടെ. സൈഡിൽ ഒരു മീനെടുത്തിട്ടൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങോട്ട് നോക്കാം. എനിവേ ഒന്ന് തിരിക്കട്ടെ കേട്ടോ. ഒറ്റ മിനിറ്റ്. ക്യാമറയ്ക്ക് എന്തോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൈഡിലെ മീൻ അങ്ങോട്ട് എടുക്കാം. സൈഡിലെ മീൻ മറിച്ചിടാം. ഓക്കെ. ഓക്കെ, ഞാൻ ഈ സൈഡിലെ മീനൊന്നും എടുത്തപ്പോഴേ കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, പക്ഷേ എന്തോ അങ്ങനെ ആവുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സൈഡിൽ നിന്ന് ഒന്ന് എടുത്ത് നോക്കട്ടെ. ഇടയ്ക്ക് എടുത്ത് നോക്കാം. ഇത് നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐസിട്ട് മീനായതുകൊണ്ട് നമ്മൾ മറിച്ചിടുമ്പോൾ ഒക്കെ അതിൻ്റെ കഷ്ണവും സൈഡൊക്കെ പോകും. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് സൈഡിൽ നിന്ന് മാറ്റി വെച്ച് നോക്കാം. അപ്പോൾ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കട്ടെ കേട്ടോ. ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ തിരിച്ചിട്ടപ്പോൾ എന്തുണ്ടാവണം ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് തോന്നണം കേട്ടോ. ഓക്കെ, ഇങ്ങോട്ട് തിരിച്ചിട്ട് ഞാൻ. അയ്യോ, സൈഡിൽ നിന്നൊക്കെ കത്തുന്നു. അമ്മേ, പൊട്ടിത്തെറിച്ചാൽ ഇപ്പം എല്ലാം കൂടിയിട്ട് ഫ്രൈ ചെയ്യാൻ വന്നാൽ ഞാൻ ഫ്രൈ ചെയ്യാനിപ്പോൾ. ഓക്കെ. അപ്പോൾ മത്തി ശരിക്ക് വറുത്തതാക്കി നമ്മൾ തിരിച്ചിട്ടു. ഇതും അതേപോലെ തന്നെ തിരിച്ചിടണം കേട്ടോ. ഓരോന്നോരോന്ന് സിംഗിളായിട്ട് മറച്ചിട്ടിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. അങ്ങനെ ഒരു സൈഡ് മൊത്തം ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഒരു 20 മിനിറ്റ്സ് കൂടി നമുക്ക് ഒരു സൈഡ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. ഓക്കെ, സോ വെയിറ്റ്.
നമ്മൾ പറഞ്ഞ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊക്കെ തിരിച്ചൊന്നിട്ട് നോക്കാം, വെന്തിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഞാനിത് കൂടുതൽ വേവിക്കാറില്ലേ. എല്ലാ മീൻ്റെയും പ്രോട്ടീൻ കിട്ടണമെങ്കിൽ ഞാൻ പൊതുവേ അതിൻ്റെ തോല് മാത്രം അപ്പം തന്നെ ഒന്ന് വെന്ത് ഒരു സൈഡ് മൂക്കുക എന്ന് പറയും നമ്മൾ, അത് തോല് മൂക്കുക അത്രേ ഞാൻ നോക്കുള്ളൂ. ഉള്ളി ചിലപ്പോൾ വെന്തിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ പുറം തോല് മൂക്കുന്നേ നോക്കുള്ളൂ. കാരണം അത്രേ വേണ്ടുള്ളൂ. കാരണം ഫിഷിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും കിട്ടണമെങ്കിൽ വല്ലാണ്ടിട്ട് മൂപ്പിച്ച് കറപ്പിച്ച് നമ്മൾ എന്താ പറയുക, ചില ആൾക്കാർക്കുണ്ട് മൂപ്പിച്ച് കറപ്പിച്ചെടുക്കും. മീൻ മൊത്തം കാണാൻ പുറങ്ങലിച്ചിരിക്കണം. ഞാൻ എടുക്കുന്ന മീനിനൊക്കെ ഉഷാറായി എന്താ പറയുക, നമ്മുടെ കൊഴുകൊഴുന്നനെ ഇരിക്കുന്ന മീനിൽ അതുപോലെ ഉണ്ടാവും. അപ്പോൾ എനിക്കങ്ങനെയാണ് ഇഷ്ടം. അതെന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ അമ്മ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ മീൻ വൈകിട്ട് വന്നിട്ടാണല്ലോ കഴിക്കുക. അല്ലാണ്ട് നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരുന്ന മീനല്ല. അപ്പോൾ ഞാൻ കഴിക്കുന്ന മീനൊക്കെ ആ ടൈം ആകുമ്പോഴേക്കും ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, എന്താ പറയുക, ഈ ഒടിഞ്ഞു തൂങ്ങിയ മീനിനെ പോലെ ഉണ്ടാവും. ഒടിഞ്ഞു തൂങ്ങിയ മീൻ എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, നമ്മൾ അങ്ങനെ ആടി കളിക്കുന്ന മീനില്ലേ, അങ്ങനെ ഉണ്ടാവും, വിറങ്ങലിച്ചല്ലാതെ. അപ്പം അങ്ങനെ മീനായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ എല്ലാതും ഏകദേശമായിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് നമുക്ക് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഒരു 5 മീനൊക്കെ എടുത്തതിന് ശേഷം ബാക്കി എന്ത് ചെയ്യുമെന്ന് അറിയാം, പാൻ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് പാത്രത്തിലേക്ക് തട്ടും ചെയ്യാം ഞാൻ. അപ്പോൾ ചിലപ്പോൾ ഗ്യാസൊക്കെ ഓണായിട്ട് കിടക്കണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ അപ്പം തന്നെ വെക്കും. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, ഇനിയിപ്പോൾ ആർക്കും അങ്ങനെ തോന്നണ്ട ഗ്യാസ് ഞാൻ നഷ്ടപ്പെടുത്തിയെന്നൊന്നും. അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് കുറച്ച് മീൻ മാറ്റിയിട്ട് ബാക്കി എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് മാറ്റും, എന്നിട്ട് അപ്പം തന്നെ വയ്ക്കും. അപ്പോൾ അതിൽ വേവാത്ത മീൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബാക്കി മസാലയൊക്കെ എടുത്തിട്ട് മാറ്റും. കാരണം മസാല കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, കരിഞ്ഞു പോകും പെട്ടെന്ന് മീൻ. അപ്പോൾ മീൻ അടുത്ത സെറ്റും കൂടി നമുക്ക് ഇപ്പോൾ എടുക്കാം. 10-12 ഉള്ളൂ. അപ്പോൾ അതും കൂടി വറുത്ത് വെച്ചാൽ കഴിഞ്ഞല്ലോ നമ്മുടെ കാര്യം. അപ്പോൾ അതും കൂടി ഉണ്ട് വറുത്ത് വെച്ച് ബാക്കി എന്നിട്ട് മസാലയും കൂടി അതിൻ്റെ മേലെ ഒഴിക്കാൻ നോക്കാം ഇങ്ങനെ. അപ്പോൾ ആ മസാല ഒന്ന് നമ്മുടെ പരിഞ്ഞിൽ വറക്കാൻ വയ്ക്കും, ആ മസാല നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മത്തി കുറച്ച് നേരം പിടിച്ചിട്ട് അപ്പം തന്നെ ഒന്ന് വറുത്ത് തിരിച്ചിടട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. എനിക്ക് കരിഞ്ഞ മീൻ ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നിങ്ങളിങ്ങനെ ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ. വല്ലാണ്ട് മൂപ്പിക്കാണ്ട് തോല് മാത്രം ഒന്ന് ഫ്രൈ ആകുമ്പോൾ വേഗം തന്നെ എടുത്തിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അഥവാ സൈഡ് വെന്തിട്ടില്ല വെച്ചെങ്കിൽ സൈഡൊന്ന് വെച്ചിട്ട് മറിച്ച് ഒരു കത്തി എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഒന്ന് അതിൽ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ സൈഡൊക്കെ ഒന്ന് മൂത്ത് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് ഓയിലിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. കാരണം പരിഞ്ഞലിന് വേണമല്ലോ. അപ്പോൾ പിന്നീട് പരിഞ്ഞലിന് മാത്രമായിട്ട് എടുക്കുമ്പോൾ ആ മസാലയൊക്കെ വെറുതെ പോവും. അപ്പോൾ ഇതിലുള്ള മസാലയും കൂടി എന്ത് ചെയ്യും, സൈഡിലോട്ട് മാറിപ്പോവും. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പിടിച്ചിട്ട് അവസാനം എന്ത് ചെയ്യും, ആ മസാല അല്ല ആ വെളിച്ചെണ്ണയിൽ നമ്മുടെ പരിഞ്ഞൽ വെന്തോളും. സോ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ.
ഞാൻ പൊതുവേ ബൂംബാങ്ങിൻ്റെ നല്ല ഫാനാണ് കേട്ടോ. ബൂംബാങ് കഴിക്കുന്ന പല ഫുഡ്സും എനിക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റാറില്ല. കാരണം കുറേയൊക്കെ നല്ല പൈസയാണ് അവർ വാങ്ങിക്കുന്ന എല്ലാ ഫ്രൂട്ട് പ്രൊഡക്ട്സിൻ്റെയും നമുക്ക് ഭയങ്കര പൈസയാണ്. അപ്പോൾ അത് നമ്മുടെ രീതിക്ക് ഞാൻ പലതും എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാറുണ്ട്. ബൂംബാങ്ങിൻ്റെ ബിരിയാണി ആയിക്കോട്ടെ, മക്ബൂസ് ആയിക്കോട്ടെ. ഇപ്പം അടുത്ത് ഞാൻ ഉണ്ടാക്കിയത് ചെമ്മീൻ്റെ ഒരു സാധനം ഉണ്ടാക്കി. അത് ഞാൻ കണ്ടു കേട്ടോ, ചെമ്മീൻ്റെ തലയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടാം സെറ്റ് ഇട്ടു. ഇനി നമുക്കിതിൻ്റെ ബാക്കി വരുന്നത് ഒക്കെ ഒന്ന് ഇട്ടിട്ട് ബൂംബാങ്ങിൽ നമ്മുടെ നവീൻ പറഞ്ഞതാണ് നമ്മളെ മീൻ കരിയല്ല, എന്ത് സാധനവും കരിയല്ല, എന്താ പറയുക, ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ആ കറുപ്പ് കളറുണ്ടല്ലോ, ബ്രൗണിഷ് കളർ, അതിന് നമ്മൾ സോക്രോ എന്ന് വിളിക്കുകയാണ്. സോക്രോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിൻ്റെ. അപ്പോൾ അത്രയും വരെ സോക്രോ ആവണ വരെ ഞാൻ എന്ത് ചെയ്യുള്ളൂ, മീൻ വറുക്കാറുള്ളൂ. അപ്പോൾ സോക്രോ ടൈപ്പ് വേണ്ട ഉള്ളിക്ക്. അപ്പോൾ ഇപ്പോൾ നവീന് 2 കുട്ടികളൊക്കെ ഉണ്ടായാലോ, എനിക്ക് 2 ഇരട്ട കുട്ടികൾ നല്ല പോലെ ഇഷ്ടമാണ് കേട്ടോ, യസ്മീനും ഏറേനും. പക്ഷേ കമ്പാരിറ്റീവ്ലി ആരാണ് ഇഷ്ടം ചോദിച്ചാൽ എനിക്ക് യസ്മീനെ ഇഷ്ടം. കാരണം ഞാൻ വണ്ണുള്ള ആളാണ്. അപ്പോൾ എനിക്ക് യസ്മീൻ്റെ കാണുമ്പോൾ പാവം തോന്നും. കാരണം ഏർകുട്ടി കുറച്ച് കുറുമ്പിയാണ്. ആൾ മുടി പിടിച്ച് വലിക്കും, തലക്കിട്ട് മേടും, അവളുടെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ച് വലിക്കും. പക്ഷേ എസ്മ അങ്ങനെയല്ല. എസ്മയുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് കൊടുക്കും. പക്ഷെ ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഏറെക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ 6 മണി മോനെ ഡാൻസ് ക്ലാസ് ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ പറഞ്ഞയച്ച് കഴിഞ്ഞാൽ ഒരു 7-7:30 ആകുമ്പോഴേക്കും വേഗം വയ്ക്കും. എല്ലാ ദിവസവും ഓരോ ഡെയിലി വ്ളോഗ് കാണും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ, സോറി ഫോർ ദാറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് അത് കാണാനുള്ള ആ വ്യഗ്രത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് കേട്ടോ. വേണ്ട, വേറെ ഒന്നുമല്ലേ. നമുക്ക് ഒരാളുടെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതിൽ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് അതിനോടുള്ള ഇഷ്ടം പോകും. ഇത് ഞാൻ തന്നെ തപ്പിയിട്ടെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു രസമുണ്ട്. അപ്പോൾ ഞാനെന്നും അതിങ്ങനെ വെച്ചിട്ട് 7:30 ഇട്ടിട്ട് കാണും. അത് കണ്ടാലേക്ക് ഉറക്കം വരുള്ളൂ. അവരെ കുട്ടികൾ 2 പേരെ എനിക്ക് കാണണം. സോ അപ്പോൾ നമ്മുടെ പരിഞ്ഞിലൊക്കെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പരിഞ്ഞിലൊക്കെ ഹാഫ് ഫ്രൈ ചെയ്യാറുള്ളൂ. ഒരു സൈഡ് ഫ്രൈ ചെയ്യും, എന്നിട്ട് പാൻ നല്ല ചൂടാക്കിയിട്ട് ഓഫ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് അത് സോട്ട് ചെയ്യും. അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ആകുമ്പോൾ അതിലുള്ള കൂടുതൽ സാധനങ്ങളൊന്നും എന്ത് ചെയ്യില്ല, പ്രോട്ടീൻസ് അങ്ങനത്തെ സാധനങ്ങളാണല്ലോ, അതിൻ്റെ കുഞ്ഞുങ്ങളാണല്ലോ അത് പരിഞ്ഞിലെന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ചീത്തയാവാതിരിക്കാനും മീൻ മുട്ട വല്ലാണ്ട് ഫ്രൈ ചെയ്യാറില്ല ഞാൻ. ചെറുത് കേട്ടോ, വലുതല്ല. വലുതൊക്കെ നന്നായിട്ട് കുക്കറിലിട്ടൊക്കെ വേവിച്ച് അവയിൽ വരെ വെക്കണം കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞതല്ലേ, അത് കാരണം ഇത്രയും വെന്താൽ മതി കേട്ടോ. നന്നപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ പോയേ. സോ നമുക്കൊന്ന് തവിയിട്ടിട്ടൊന്ന് ഇളക്കാം. ഇതുണ്ടോ, ഇതൊന്ന് ഒരു സൈഡായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെയൊക്കെ സ്റ്റവ് ഞാൻ ഓഫാക്കിയിട്ടിട്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ കടന്നിട്ട് അത് കടന്ന് മൂത്തോളും. ആ ചൂടിൽ അത് കടന്ന് മൂത്തോളും. ഓക്കെ, ഇതാണ് എൻ്റെ മത്തി ഫ്രൈ കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതെൻ്റെ
ഓൺ റെസിപ്പിയാണ്, ആരെയും റെസിപ്പി കണ്ടുപിടിച്ചതല്ല. അങ്ങനെ ഇതിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്താൽ അതിന് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യണ പരിഞ്ഞിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല യമ്മിയാണ്, കാരണം ഉള്ളിൽ അത്രയും വേവാത്തതുകൊണ്ട്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.